കഴിഞ്ഞ ഒരു 7 വർഷം 7.5 വർഷം 8 വർഷത്തോട് കൂടിയിട്ട് ഇന്ന് എന്റെ ടോട്ടൽ ടേൺ ഓവർ 19 കോടിയുടെ ടേൺ ഓവർ എന്റെ ടീമിൽ കൂടി നടന്നു. 2022 ഒക്ടോബർ 21 484 വീക്കില് ഈ കമ്പനി പറഞ്ഞിട്ടുള്ള 2,10,000 എന്നുള്ള ആ ഒരു സീലിംഗ് അച്ചീവ്മെന്റും എന്നിലേക്ക് എത്താൻ പറ്റി. എനിക്ക് കിട്ടിയതുപോലെ ഒരു 10 ID നമ്പർ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ID നമ്പർ കിട്ടി എന്നതുകൊണ്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടണമെന്നില്ല. ID നമ്പർ ഉണ്ട് എന്ന് അവകാശപ്പെട്ടത് കൊണ്ടും നേട്ടങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇന്ന് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു കമ്പനിയിൽ കമ്പനി പറയുന്നത് പോലെ, കമ്പനിയുടെ പ്രധാന എല്ലാ ലീഡേഴ്സും പറയുന്നത് പോലെ, അവർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഓരോ ആളുകളും എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊന്നും അല്ല വളർന്നിട്ടുള്ളത്. ഇപ്പൊ ഈ മീറ്റിങ്ങിലുള്ള എല്ലാ ആളുകളുടെ കഴിവുകളും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അതിൽ പ്രധാനപ്പെട്ട അവനവന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഏറ്റെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 2017 അവസാന സമയത്ത് എന്റെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സീരിയസ് ആയിട്ട് ഇറങ്ങുന്നത് അന്ന് മുതൽ തന്നെയാണ്. കാരണം ഭ്രമരം എന്നുള്ള ഒരു പ്രോഗ്രാമിന് ഒരു 6 മാസം മുൻപെയാണ് ഞാൻ ഒന്നുകൂടി ഫുൾ ഫ്ലെഡ്ജിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തു ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് റിജക്ഷനുകൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഈ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനും പറ്റുന്നത് കൊണ്ടാണ് പല ആളുകളും അങ്ങനെയുള്ള ടഫ് സിറ്റുവേഷനിൽ കൂടി കടന്നു വന്ന് വലിയ വലിയ റാങ്കുകളിലേക്കും വലിയ വലിയ പൊസിഷനിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന വ്യക്തി എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും. പക്ഷേ സാഹചര്യങ്ങൾ എന്തായാലും തന്റെ ഉള്ളിലുള്ള ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങള് ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ലക്ഷ്യങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കാനും ചിന്തിക്കാനും എല്ലാ ദിവസങ്ങളിലും ആ ലക്ഷ്യങ്ങളെ കുറിച്ച് ഓർക്കാനും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എനിക്ക് ഇത്ര ദൂരമുണ്ട്, ഇത്ര സമയമുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനൊക്കെ പറ്റുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇതൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ട ബിസിനസ് ആയതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവർക്കൊക്കെയാണ് വിജയങ്ങളുള്ളത്. ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള യോഗ്യത കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്ത് അവന്റെ കെയർ ഓഫിലുള്ള കുറെ ആളുകളിലേക്ക് ഈ ഒരു അവസരം പറഞ്ഞു കൊടുത്ത്, കുറെ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത്, കുറെ ആളുകളെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ആളുകൾക്കാണ് വലിയ വലിയ റാങ്കുകളൊക്കെ കിട്ടാനും സാധ്യതയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ഒരു 7 വർഷം 7.5 വർഷം 8 വർഷത്തോട് കൂടിയിട്ട് ഇന്ന് എന്റെ ടോട്ടൽ ടേൺ ഓവർ 19 കോടിയുടെ ടേൺ ഓവർ എന്റെ ടീമിൽ കൂടി നടന്നു. 19 കോടി ഒന്നും രണ്ടുമല്ല. ബിസിനസ് വോളിയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14-15 കോടിന്റെ ബിസിനസ് വോളിയം 20 കോടിയുടെ അടുത്തായി. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ളത് ഞാൻ എന്ന ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല, ഞാൻ എന്ന ഒരാളുടെ അമാനുഷികമായിട്ടുള്ള ഒരു പരിവേഷം കൊണ്ടല്ല. നമ്മൾ ഒരു ടീമിനെ സൃഷ്ടിച്ചു, ആ ടീമിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്കൊക്കെ ഞാൻ എന്ന വ്യക്തി എത്തുന്നത്. അല്ലാതെ എന്റെ ബാക്ക്ഗ്രൗണ്ട് സെയിൽസിൽ അത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ കുറെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ പിന്നീട് 2022 ഒക്ടോബർ 21 484 വീക്കില് ഈ കമ്പനി പറഞ്ഞിട്ടുള്ള 2,10,000 എന്നുള്ള
ആ ഒരു സീലിംഗ് അച്ചീവ്മെന്റും എന്നിലേക്ക് എത്താൻ പറ്റി. അപ്പൊ ഇതൊന്ന് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം. ഈ റാങ്കുകളായിക്കോട്ടെ, ഈ അച്ചീവ്മെന്റുകളായിക്കോട്ടെ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാം. ഈ പ്രൊഡക്റ്റ് 2 പേർക്ക് കൊടുക്കാം, 4 പേർക്ക് കൊടുക്കാം, 10 പേർക്ക് കൊടുക്കാം. പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതാണ് പല ആളുകളെ ചിന്ത. എന്ത് ഞാൻ ചെയ്യും? ചില ആളുകളെ സംബന്ധിച്ച് FSS എന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളായിരിക്കാം. പൊതുവെ FSS എന്ന ട്രെയിനിങ്ങിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നത്. FSS എന്ന ട്രെയിനിങ്ങിലാണ്. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിൽ കൂടി നമുക്ക് ഇത് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ FSS എന്നുള്ള ട്രെയിനിങ് ആണ് ശരിക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ GTS നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഗേറ്റ് വേ ടു സക്സസ്. എന്താണ് ഈ ബിസിനസ് മാത്രം അവിടെ പറയുള്ളൂ. ഈ ബിസിനസ് ഏറ്റെടുത്ത കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. അല്ലാതെ വേറൊരു കാര്യവും ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരിക്കൽ പോലും GTS പറയാറില്ല. പക്ഷെ FSS അതിന് നേരെ തിരിച്ചാണ്. ഇത് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം, എന്താണ് ഈ ബിസിനസ്, ഇതെല്ലാം FSS നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ FSS കിട്ടുന്ന 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സെറ്റപ്പ് ദ ടീം എന്നുള്ളതാണ്. എന്താണ്? നമ്മൾ ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലിസ്റ്റ് ഇടണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, അവരെ പോയിട്ട് കാണണം, പ്ലാൻ കേൾപ്പിക്കണം, അവരെ ഹോം മീറ്റിംഗിലേക്ക് വിളിക്കണം, അവരെ GTS വിളിക്കണം. ഇതൊക്കെയാണ് ഒരു ടീമിനെ സെറ്റ് ചെയ്യാനുള്ള പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വലിയ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു 10 പേരുടെ ടീമായിരിക്കാം, ഒരു 5 പേരുടെ ടീമായിരിക്കാം, ഒരു 20 പേരുടെ ടീമായിരിക്കാം. എന്തായാലും ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ന വ്യക്തി എന്ത് ചെയ്യുക, കുറെ ആളുകളുടെ ലീഡർഷിപ്പിലേക്ക് എത്തുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പല ആളുകളുടെയും ധാരണ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈജു സാറാണ്. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൂബ് സാറാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ റമീസ് സാറാണ്, ഷായർ സാറാണ്, ഉമർ സാറാണ്. ഇതൊന്നും അല്ല. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലീഡറാണ്. ഒരാളെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ ലീഡറാണ്. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നയിക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കൂട്ടം ആളുകളെ ലീഡ് ചെയ്യുന്ന ആളുകളാണ് ലീഡേഴ്സ്. അത് പൊളിറ്റിക്സിലായാലും നെറ്റ്വർക്കിലായാലും ഒക്കെ ഒരു കൂട്ടം ആളുകളെ ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ആ വ്യക്തികളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇൻഫർമേഷനും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി ഒരു ലീഡർക്കുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ടീമിന്റെ ലീഡറാണ്, ആ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ ആ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അടുത്ത ഒരു ഘട്ടം എന്നുള്ളത് ട്രെയിൻ ദ ടീം എന്നുള്ളതാണ്. എന്താണ്? ട്രെയിൻ ദ ടീം. അതായത് ആ ടീമിന് ട്രെയിനിങ് കൊടുക്കുക. വേണ്ട രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങുകളും, അത് പ്രോഡക്റ്റ് ട്രെയിൻ ആയിക്കോട്ടെ, ബിസിനസ് ട്രെയിനിങ് ആയിക്കോട്ടെ, മറ്റെന്ത് ടെക്നിക്കൽ ട്രെയിനിങ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കഴിവുകളും, നിങ്ങളുടെ എല്ലാ അറിവുകളും അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ഒരാളുടെ മനസ്സിലേക്കും കിട്ടിയെങ്കിൽ മാത്രമാണ് ആ വ്യക്തികൾക്കും അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ന വ്യക്തിക്ക് എന്തൊക്കെ അറിയാമോ? ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങളെക്കാളും അറിവുള്ള ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ മുതലാണ് നിങ്ങളുടെ ടൈം ലിവറേജും മണി ലിവറേജും ഒക്കെ കിട്ടുക.
നിങ്ങളെക്കാളും കഴിവുള്ള അറിവുള്ള ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആ ടീമിന് വേണ്ട തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ ശരിക്കും പറഞ്ഞാല് ആ ടീമിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ്ങിൽ കൂടി അവർക്ക് വേണ്ട കൊടുക്കുന്ന അറിവുകളിൽ കൂടി അവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടി, അവർക്കും ഈ ബിസിനസ് ഏറ്റെടുക്കാമെന്നുള്ള, അവർക്കും ഈ ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനൊക്കെയാണ് അവരെ നിരന്തരമായിട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം. ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ടീമിനെ സെറ്റ് ചെയ്യുന്നു, അടുത്ത ഘട്ടത്തിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രെയിനിങ്ങുകൾ കൊടുത്തതിന് ശേഷം പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആളുകളെയെല്ലാം നിങ്ങൾ എന്ന വ്യക്തിയുടെ ആബ്സെൻസിലും ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആബ്സെൻസിൽ ഇപ്പൊ എനിക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇല്ല എങ്കിലും ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് STC ലീഡേഴ്സ് എനിക്കുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് RTC ലീഡേഴ്സ്, NTC ലീഡേഴ്സ് ഒക്കെ എന്റെ ട്രീയിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാൻ എന്ന വ്യക്തി നേരിട്ട് ഇടപെടണമെന്ന് ഒരു ആവശ്യവുമില്ല, അവരെല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാല് അതുപോലെ നിങ്ങളെക്കാളും മികച്ച പ്രൊഡക്ടിവിറ്റി ഉള്ള, മികച്ച സ്കില്ലുള്ള ആളുകളെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് ബിൽഡ് ലീഡേഴ്സ്. അതായത് ടീമിലെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ബിൽഡ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് നടത്താത്ത ആളുകൾ എന്നും ഫീൽഡിലായിരിക്കും. അതായത് ടീമിന് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ അഭാവത്തിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ചീവ്മെന്റുകൾ, സ്പീഡ് ഒന്നും ഉണ്ടാവില്ല. കിട്ടും, TC ആവാം, ATC ആവാം, DTC ആവാം. DTCയിൽ നിന്ന് കുറച്ച് ഡിലേ എടുത്തിട്ട് ZTC ആവും. ZTCയിൽ നിന്ന് അതെന്ത് ചെയ്യും, അത് STC വരെ എത്തും. അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് ആ ഒരു രീതിയിൽ ആ ഒരു അച്ചീവ്മെന്റ് STC to RTC എത്തണമെങ്കിൽ ടീം ഇല്ലാത്ത ഒരാൾക്കും നടക്കില്ല. മൈ ലൈഫിന്റെ പ്ലാൻ അങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്ത് വെച്ച ദൂരം എത്രയാണോ അതിന്റെ 2 ഇരട്ടി ദൂരം അവിടുന്ന് അങ്ങോട്ട് ചെയ്തെങ്കിൽ RTCയിലേക്ക് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾക്ക് ഡിലേ വരുന്നത്. അപ്പൊ ലീഡർമാരെ ബിൽഡ് ചെയ്യുന്നതിൽ, ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾക്ക് എന്താണ് തടസ്സങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചു. നമ്മൾ എന്ന വ്യക്തി എന്താണ് അതിന് ആപ്റ്റ് അല്ല, അതിന് സ്യൂട്ടബിൾ അല്ല. അങ്ങനെയാണ് എങ്കിൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമ്മളെക്കാളും കഴിവുള്ള, നമ്മളെക്കാളും ആവശ്യങ്ങളുള്ള, നമ്മളെക്കാളും ആവേശമുള്ള, നമ്മളെക്കാളും കടബാധ്യതയുള്ള, നമ്മളെക്കാളും വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ബിസിനസ് കൊടുത്ത് അവരെ ഇതിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്ന സമയത്താണ് നമ്മൾ എന്ന വ്യക്തി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുക. അപ്പോ ഈ ഒരു 3 കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ടീമിനെ സെറ്റ് ചെയ്യുന്നതിൽ വീക്കാണ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൽ നമ്മൾ വീക്കാണ്, നല്ല ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ വീക്കാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ അച്ചീവ്മെന്റുകൾ വളരെ ഡിലേ ആകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അച്ചീവ്മെന്റുകൾ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും തോന്നിയാല് ഇതിൽ എന്താണോ എന്റെ പോരായ്മ, നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്താണോ എന്റെ പോരായ്മ അതിനെ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു ഹിന്ദി ലീഡറുടെ, അതായത് ഈ കമ്പനിയുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ലീഡറുടെ ട്രെയിനിങ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്കറിയാം, പക്ഷെ പൈസ വാങ്ങാൻ, അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് കോഴ്സുകളൊന്നുമില്ല. നിങ്ങൾ നിരന്തരമായിട്ട് ഒരു 10ഓ 100ഓ പ്ലാനുകൾ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടി എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ് കേൾക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻസിൽ, നിങ്ങൾ കൊടുക്കുന്ന എനർജിയിൽ, നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കേട്ടിട്ട് ഇത് ഏറ്റെടുക്കുന്ന ആളുകൾ വരും. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫറിങ് എനർജിയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് എനർജിയാണ്. അപ്പൊ ശരിക്കും നിങ്ങളുടെ എക്സൈറ്റ്മെന്റും നിങ്ങളുടെ എനർജിയും
നിങ്ങളുടെ ഇൻഫർമേഷനും നിങ്ങളുടെ നോളജും ഒക്കെ ഒരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന സമയത്താണ് ആ ആളുകള് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിലാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഒരാൾക്ക് റിക്രൂട്ട്മെന്റ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് അല്ല. ഞാൻ പല മീറ്റിങ്ങിലും എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരാളോട് ഈ ബിസിനസ് പറഞ്ഞിട്ട് അയാൾ ഇത് കേൾക്കുന്നില്ല, അയാൾ നിങ്ങളെ കൂടെ വരുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിട്ട് അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ട് അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അയാൾ വരാത്തത് നിങ്ങളിൽ അയാൾക്കൊരു വിശ്വാസമില്ല. നിങ്ങളിൽ അയാൾക്ക് ഒരു വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ അയാൾക്ക് ഒരു വിശ്വാസമില്ല. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി നമ്മൾ പറഞ്ഞിട്ടും ഈ ബിസിനസ് പറഞ്ഞിട്ടും ഏറ്റെടുക്കാത്തത്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ഒരു കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട്. ഒന്ന്, വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ബിസിനസ് ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, പക്ഷെ നിന്റെ കൂടെ ചെയ്തിട്ട് നീ ഇത് വിജയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ ഞാൻ നിന്റെ കൂടെ വരില്ല. അതായത് എന്റെ മുന്നിൽ കുറെ ആളുകൾ ഇരിക്കുന്നത്, അബ്ദുൽ ഖാദർ സാറുണ്ട്, ഈ ബഷീർ സാറുണ്ട്, കരീം സാറുണ്ട്, കുറെ ആളുകളുണ്ട്. നിങ്ങളാണ് എന്നോട് പ്ലാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരില്ല, ഏറ്റെടുക്കില്ല. കാരണം എന്താ, ഞാൻ നോക്കുന്നത് ഈ ബിസിനസ് ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ സീരിയസ് അല്ല, നിങ്ങൾ ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളെ കൂടെ എനിക്ക് വരാൻ ഞാൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷെ പിന്നീട് ഒരാൾ വന്ന് എന്നോട് പറയാം, ഫുൾ എനർജിയിലും ഫുൾ എക്സൈറ്റ്മെന്റിലും പിന്നീട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അവൻ എൻ്റെ കൂടെ ചെയ്തില്ലല്ലോ, അവൻ എൻ്റെ കൂടെ വന്നില്ലല്ലോ. പക്ഷെ അത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്ന വ്യക്തി ഈ ബിസിനസ് അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നോട് അങ്കമാലിയിൽ നിന്ന് പറഞ്ഞ ആളുടെ കൂടെ ഞാൻ മൈലൈഫ് ചെയ്യാഞ്ഞത്, വടകരയിൽ നിന്ന് പറഞ്ഞ ആളുടെ കൂടെ മൈലൈഫ് ചെയ്യാഞ്ഞത്. അപ്പോ നല്ല ഡീപ്പ് റിലേഷനിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആളുകളോട് പറയണം, ഗ്യാരണ്ടി കൊടുത്ത് അയാളെ കൂടെ നിർത്തണം. ഇത് പറയാൻ പറ്റാത്ത ആളുകൾ കൂടെ ആരും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഈ കാര്യങ്ങള്, ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപേ ഒരു വ്യക്തി ടീമിലേക്ക് വരണമെങ്കിൽ ഈ രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരോട് ഈ കാര്യങ്ങൾ പറയാനും അവരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും എന്റെ കൂടെ നിൽക്ക് എന്ന് പറയാൻ, അത് വലിയൊരു കാര്യമാണ്. എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഇത് പറയാൻ പറ്റുന്നവന്റെ മുന്നിലേക്കേ ടീമുകൾ വരുള്ളൂ. അപ്പോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്താൻ, സ്വാധീനം ഉണ്ടാക്കാൻ ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആളുകൾ വരും. ആളുകൾക്ക് ഒരു കുറവുമില്ല. കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് കുറവൊന്നുമില്ല. ഇപ്പോഴുള്ള എല്ലാ ആളുകൾക്കും ITC ആവാനുള്ള റിസോഴ്സ് ഈ രാജ്യത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം വേണ്ട ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റിന്റെ കസ്റ്റമേഴ്സും നമ്മൾക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും നമ്മൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ന വ്യക്തി വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ ബിസിനസ് ഷെയർ ചെയ്യണം. ഞാനൊരു ചെറിയൊരു ഒരു മിനി FSS പോലെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ പോകുന്ന സമയത്ത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ആളുകളെ എന്ത് ചെയ്യണം, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് കൂടെ കൂട്ടി നിർത്തണം, കൂട്ടിപ്പിടിക്കണം. അങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയത്താണ് ആ വ്യക്തിക്കും ഈ ബിസിനസിന്റെ പ്ലാൻ മനസ്സിലാവുന്നത്, ആ വ്യക്തിക്കും ഈ ബിസിനസിന്റെ പ്രോഡക്റ്റ് മനസ്സിലാവുന്നത്. ഇനി എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ ബിസിനസിന്റെ കോമ്പൻസേഷൻ പ്ലാൻ പറയാൻ പഠിക്കുന്നവനെ, ആ ആൾക്ക് മാത്രമേ നല്ല ഒരു ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും പറ്റുള്ളൂ. അതായത് ഇതിൽ പ്രോഡക്റ്റുകളായിരിക്കാം ഈ ബിസിനസിനെ നിങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചതെങ്കിലും ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ പ്ലാനാണ്, ഇതിന്റെ ഇൻകം പ്ലാനാണ്. ആ പ്ലാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് വേണ്ട രീതിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പ്ലാൻ അറിയാതെ വെറും പ്രൊഡക്റ്റിന്റെ വിൽപ്പനയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ടീം ഉണ്ടാവില്ല. ടീം വരും, ശക്തമായിട്ടുള്ള ഒരു ടീം വരണമെന്നില്ല. അപ്പൊ പ്ലാനിലാണ് കാര്യം. അപ്പൊ ആ പ്ലാൻ എങ്ങനെ പറയും? ഇവിടെയുള്ള പ്രത്യേകിച്ചുള്ള മൈ ലൈഫിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്ലാൻ ആണ്. അതായത്
ഈ ഒരു പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ വന്ന ആളുകൾക്ക് വരുമാനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, കൂടെ വന്ന ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അവന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. അതായത് എന്റെ ടീമിൽ ഇരിക്കുന്ന 2 പേര്, ആ 2 പേർക്കും 1200 രൂപ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് 2400 കിട്ടും. ആ 2 പേർക്ക് 12000 രൂപ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് 24,000 കിട്ടും. 2 പേർക്ക് 1,05,000 വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ, ഒറ്റ ആഴ്ചയിലെ കാര്യം പറയുന്നത്, ഒറ്റ ആഴ്ചയിലെ കാര്യ 2 പേർക്ക് 1,05,000 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 2,10,000 കിട്ടും. ഇതാണ് പ്ലാൻ. കുറെ നമ്മൾ എന്താണ് വലിയ രീതിയിൽ വലിച്ചു നീട്ടി ഒന്നും പറയണ്ട. അതായത് ഒരാളെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, അവനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഈ പ്ലാൻ നമ്മളെ മനസ്സിൽ വേണം. എന്നാൽ മറ്റ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കിയാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ. ഇന്ന് സൺഫ്ലവർ പ്ലാനിലുള്ള ഒരുപാട് കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ പ്ലാനുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരു 10 തവണ കേട്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണക്കാരന് മനസ്സിലാവുള്ളൂ. ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒറ്റ തവണ കേട്ടാലും മതിയാവും. പക്ഷേ 10 തവണ കേട്ടാലും മനസ്സിലാവാത്ത ആളുകളുണ്ട്. എന്നാൽ മൈ ലൈഫിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കെയർ ഓഫ് ആയിട്ട് ഒരു 100ാമത്തെ ലെവലിൽ ഒരാൾ വന്നു. ഏത്? ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല, അയാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്കൂളിലും പോവാത്ത ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാള്, അവർക്കും ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ആ ഒരു രീതിയിലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. നേരെ മറിച്ച് ഇപ്പൊ ഞാനിപ്പോ എന്റെ മുന്നിൽ ഈ ഗ്ലാസ്സിൽ ചായയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് മുകളിൽ നോക്കിയാൽ കാണില്ല. പക്ഷെ ഒരു പച്ചവെള്ളം ഒഴിച്ച ഗ്ലാസ്സിലേക്ക് നിങ്ങൾ മുകളിൽ നിന്ന് നോക്കിയാല് എന്തായാലും അതിന്റെ അടിയിൽ എന്തെങ്കിലും കരട് കിടക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതാണ് മൈ ലൈഫിന്റെ പ്ലാൻ. അതായത് ഒരു പച്ചവെള്ളം കുപ്പി ഗ്ലാസ്സിൽ ഒഴിച്ച പോലെയുള്ള ഒരു പ്ലാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും തുടക്കം മുതലേ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പല പ്ലാനുകളിലും ചെന്ന് കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, ഏറ്റെടുത്ത് കഴിയുന്ന സമയത്താണ് അയ്യോ ഇന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നില്ലേ, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ. ഇങ്ങനെ ഈ മീറ്റിംഗിലും പല സൺഫ്ലവർ പ്ലാനുകളിലും ചെയ്തിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അറിയാൻ പറ്റൂ മന്ത്ലി ഇത്ര റീപർച്ചേസ് ഉണ്ടായിരുന്നു അല്ലേ, ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ ആയിരുന്നില്ലേ BV, ഓരോ പ്രൊഡക്റ്റും ഇത്ര കാര്യങ്ങളാണല്ലേ, ഇതൊക്കെ ഉണ്ടാവും. മാസത്തിലാണ് വരുമാനമല്ലേ. എന്നാൽ മൈ ലൈഫിൽ അങ്ങനെയല്ല. ആഴ്ചതോറും വരുമാനം. ഒരു വർഷത്തിൽ 52 തവണ വരുമാനം കിട്ടും. ഒരു വർഷത്തിൽ എക്സ്ട്രാ 12 തവണ വരുമാനം കിട്ടും, പെർഫോമൻസ് ബോണസ്. ഒരു വർഷത്തിൽ വീണ്ടും 12 തവണ ലോയൽറ്റി ബോണസ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെയുള്ള ഒരു അവസരമാണ്. മറ്റുള്ള കമ്പനികളിൽ 12 തവണ മാത്രമേ കിട്ടൂ മാസം കിട്ടുന്ന വരുമാനങ്ങള്. എന്നാല് മൈ ലൈഫിനെ സംബന്ധിച്ചാണെങ്കിൽ 13 തവണ മാസ വരുമാനം കിട്ടും. ആഴ്ച വരുമാനം 52ഉം 13 തവണ മാസ വരുമാനവും മൈ ലൈഫിൽ കിട്ടും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ലീഡേഴ്സിനോട് ചോദിച്ചാൽ മതി. 12 മാസമാണ് എല്ലാവർക്കും ഉള്ളതെങ്കിൽ പോലും നമ്മൾക്ക് 13 മാസമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ കിട്ടാൻ ഇതിന്റെ പ്ലാൻ തലയിൽ കയറണം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം രാവിലെ വിളിച്ചെണീപ്പിക്കുന്നത് ലീഡർമാരല്ല. എന്നെ ഒരാളും വിളിച്ചെണീപ്പിക്കുന്നില്ല. നിങ്ങളുടെ DTCകളെ, നിങ്ങളുടെ ZTCകളെ, നിങ്ങളുടെ STCകളെ, നിങ്ങളുടെ RTCകളെ, നിങ്ങളുടെ NTCയും CTCയുമായിട്ടുള്ള ഒരു ലീഡേഴ്സിനെയും ആരും വിളിച്ചെണീപ്പിക്കണ്ട. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരെല്ലാം ഈ പ്ലാൻ തലയിൽ കയറിയിട്ട് ഇറങ്ങി ഓടുന്ന ആളുകളാണ്. അവരെല്ലാം ഉറക്കമില്ലാതെ എഫേർട്ട് ഇടുന്ന ആളുകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ഉറക്കം പോയത് ഈ പ്ലാൻ അവരുടെ തലയിൽ കയറിയത് കൊണ്ടാണ്. ആ പ്ലാൻ നിങ്ങളുടെ തലയിൽ കയറണം. ആ പ്ലാൻ നിങ്ങളുടെ ടീമിന്റെ തലയിലും കയറിയെങ്കിൽ മാത്രമേ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ, വലിയ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടീമിന് വേണ്ട രീതിയിലുള്ള വെള്ളവും വളവും പോഷകങ്ങളും ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, വലിയ വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷ്യൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് പ്രൊഡക്റ്റിലൂടെ അല്ല, അവരുടെ എന്താവശ്യമാണോ അത് അവർക്ക് കൊടുത്തേ പറ്റൂ. അത് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ആക്ടിവിറ്റി ലൂപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കൂടെ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് അവരെ
വലിയ വലിയ ആളുകളാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ എന്ന വ്യക്തിയും അറിയാതെ ഒരു ലീഡറായിട്ട് വരും. നിങ്ങൾ എന്ന വ്യക്തി അറിയാതെ ലീഡർഷിപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയൊരു അവസരമല്ല, ഇതൊരു നോർമൽ ഓപ്പർച്യൂണിറ്റി അല്ല. മുബീൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു വലിയൊരു വ്യവസായമാണ്. ആ ഒരു വ്യവസായത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾ എന്ന വ്യക്തി ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒറ്റ ദിവസം കൊണ്ട് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആളുകളൊന്നും ഇല്ല. നിരന്തരമായിട്ട് പ്രവർത്തിച്ച് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയ ആളുകളില്ല. ഒറ്റ ദിവസം കൊണ്ട് സീലിംഗ് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ആളുകളില്ല. പക്ഷെ വിടാതെ ഈ ഒരു അവസരം ഏറ്റെടുത്ത ആളുകളുടെ മുന്നിൽ ആ അച്ചീവ്മെന്റുകൾ എത്തിയിരിക്കും. നിർത്താതെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മുൻപിൽ അത്തരത്തിലുള്ള അച്ചീവ്മെന്റുകൾ ഉണ്ടായിരിക്കും. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ആര് വരുന്നു എന്നുള്ളതല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങളുടെ അറിവുകൾ ഒരു മാനദണ്ഡമല്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു മാനദണ്ഡമല്ല. നിങ്ങൾ എന്ന വ്യക്തി ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ തയ്യാറാണോ അതാണ് നിങ്ങളുടെ സക്സസ്. ഒന്നും ചെയ്യാൻ തയ്യാറല്ല, ഒന്നും നടക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ നിങ്ങളിലേക്കും എത്തും. അപ്പോ ഇന്നത്തെ ഈ ഒരു ബിസിനസ് നിങ്ങളുടെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യുക, നല്ലൊരു ടീമിനെ ട്രെയിൻ ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് ഒരു ഒറ്റ കാര്യമുണ്ട്, മെയിൻറ്റെയിൻ ദ ടീം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് മെയിൻറ്റെയിൻ ദ ടീം. ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവനെ ടീമിൽ വേണ്ട ഹോൾഡ് ഉണ്ടാവുള്ളൂ, വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പല ആളുകളും മടിച്ചു നിൽക്കുന്നത്, പല ആളുകളും പരാജയപ്പെടുന്നത് ഈ മെയിൻ്റനൻസിലാണ്. പല ആളുകൾക്കും ആ ടീമിനെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഓക്കെയാണ്, നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പ്രൊഡക്റ്റ് പറയുന്നുണ്ട്, നന്നായിട്ട് ബിസിനസ് പറയുന്നുണ്ട്, ആളുകൾ നിലനിൽക്കുന്നില്ല. അത് ആ മെയിൻ്റനൻസിലാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതുപോലെ അവരെ കോപ്പി ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കൂട്ടം ലീഡേഴ്സിനെ നിങ്ങൾക്ക് അതിൽ കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 4 കാര്യങ്ങൾ: അതായത് സെറ്റപ്പ് ദ ടീം, ട്രെയിൻ ദ ടീം, മെയിൻറ്റെയിൻ ദ ടീം, ദെൻ ബിൽഡ് ലീഡേഴ്സ്. ഈ 4 കാര്യങ്ങളാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാ കമ്പനികളും ചെയ്യുന്നത്. മൈ ലൈഫിലും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ട്രെയിനിങ്ങിൽ കൂടി നിങ്ങൾക്ക് മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാൻ പറ്റണം. നിങ്ങൾ എന്ന വ്യക്തി ഒരു 6 മാസം കഴിയുന്ന സമയത്ത്, ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട്, ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ദിവസങ്ങളോളം റെസ്റ്റ് ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. വിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നടക്കണമെന്നില്ല. എങ്ങനെ? ഒരു 2 ആഴ്ച ചെയ്തു, പിന്നെ 1 മാസത്തേക്കില്ല. 2 മാസം ചെയ്തു, പിന്നെ 3 മാസത്തേക്കില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോ നിങ്ങൾ ഒരു പാറ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും നിരന്തരമായിട്ട് അടിച്ചെങ്കിൽ മാത്രമേ അത് പൊട്ടൂ. ഒറ്റ അടി കൊണ്ട് പൊട്ടുന്ന പാറ കഷ്ണങ്ങളൊന്നും ഇല്ല, അത് അത്രയും ചെറിയ കഷ്ണമായിരിക്കും. പക്ഷേ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്ര വലിയ മലയും 2ആയിട്ട് മാറും. അപ്പൊ എത്ര വലിയ ടാസ്കുകളാണെങ്കിൽ പോലും അത് 2ആയിട്ട്, ആ ഒരു ടാസ്കിനെ വിഭജിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ വലിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം. ഈ ഒരു അവസരത്തിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു 1960 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദശരഥ് മാഞ്ചി എന്നുള്ളതാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. ആ വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ്, ചരിത്രം പല യൂട്യൂബ് ചാനലുകളിലായിട്ടുണ്ട്.
ആ വ്യക്തിയുടെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അദ്ദേഹം ഒരു വിദ്യാഭ്യാസവുമില്ല, പാറ പൊട്ടിക്കുന്ന കൂലിപ്പണി നടക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട്, ഒരു ജോലി മാത്രമാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം ബീഹാറിലായിരുന്നു. ബീഹാറിൽ ഒരു കുഗ്രാമത്തിൽ. അപ്പൊ ഗയ എന്ന സ്ഥലത്താണ് അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ആ ടൗണിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് 55 കിലോമീറ്റർ യാത്ര ചെയ്യണം. അന്നൊക്കെ കാളവണ്ടിയും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേണ്ട രീതിയിലുള്ള റോഡും സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇയാളൊരു പാറമടയിൽ പോയി ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സമയാസമയത്തില് ഭക്ഷണം എത്തിക്കുന്ന ഒരു ഭാര്യ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു ദിവസം രാവിലത്തെ ഫുഡ്, ചായ എത്തുന്ന സമയത്തും ഉച്ചയ്ക്കത്തെ ഫുഡ് എത്തുന്ന സമയത്തും അത് എത്തിയില്ല, ഭാര്യ എത്തിയില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത്, അന്വേഷിക്കുന്ന സമയത്ത് അവൾ ചായയുമായിട്ട് വന്ന സമയത്ത് എവിടെയോ വീണുപോയി. ആളുകളൊന്നുമില്ലാത്ത വിജനമായ സ്ഥലമായതുകൊണ്ട് തന്നെ ആ വീഴ്ചയില് തലയ്ക്ക് വലിയൊരു പരിക്ക് പറ്റി, രക്തസ്രാവം ഉണ്ടായി. അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിനെയാണ്, ആ ഭാര്യനെയാണ് കാണുന്നത്. ഓടിച്ചെന്ന് അവർക്ക് അവരെ എടുത്തുകൊണ്ട് അയാൾക്ക് ഗയയിലേക്ക് എത്തണം. ഗയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ചെറിയ റോഡ് സംവിധാനങ്ങളില്ല. 55 കിലോമീറ്റർ ദൂരത്ത് എത്തിയിട്ട് ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെ ആശുപത്രിയിൽ ഒരുവിധം എത്തിച്ച സമയത്ത് അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞു, കുറച്ച് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതാണ്. പക്ഷെ ആ മരിച്ചുപോയ സമയത്ത് ഈ ദശരഥ് മാഞ്ചി എന്നുള്ള വ്യക്തി ചിന്തിച്ചൊരു കാര്യമുണ്ട്. ആ സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിലേക്ക് ഇത്ര ദൂരമുള്ളത് കൊണ്ടാണ് എനിക്ക് ആ വ്യക്തിയെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ എത്തിക്കാൻ പറ്റാതെ പോയത്. അതായത് ഒരു പാറമല കടന്ന് നേരെ അപ്പുറത്ത് കടക്കുകയാണെങ്കിൽ വെറും 20-25 കിലോമീറ്റർ മതി. അങ്ങനെ അയാള് അതിനുശേഷം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് അയാളുടെ കയ്യിൽ ഉളിയും ചുറ്റികയും മാത്രമേ ഉള്ളൂ. വലിയ മാരകമായിട്ടുള്ള ഉപകരണങ്ങളൊന്നുമില്ല. ആ മല അയാള് തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടിയിട്ട്, അത് വെട്ടിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ വെറും ചെറിയ ഒരു ഉളിയും ചുറ്റികയുമായിട്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പൊ അത് കണ്ടപ്പം ആളുകൾ പറഞ്ഞു, ഇവൻ എന്ത് പൊട്ടനാണ്, ഈ ഉളിയും ചുറ്റികയായിട്ടൊക്കെ, അല്ലെങ്കിൽ ഈ ചെറിയ ആയുധമായിട്ട് ഈ മല എങ്ങനെ രണ്ടാക്കാനാണ്. അങ്ങനെ വർഷങ്ങളോളം അയാൾ ചെയ്തു. അയാളുടെ മറ്റു പണികളുടെ ഇടയിലും അയാൾ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. 1984 ഇന്ദിരാഗാന്ധി ശരിക്കും കാലത്താണ് ആ മല രണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡിനെ ഇനോഗ്രേഷൻ നടക്കുന്നത് ബീഹാറിൽ. ആ റോഡ് ഇനോഗ്രേറ്റ് ചെയ്തു. മാഞ്ചി റോഡ് എന്നുള്ള പേരിൽ ഇന്നും അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയൊരു ടാസ്ക് അദ്ദേഹത്തിന് ചെറിയ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റി. അത് കളിയാക്കിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന്. അത് നടക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു, പൊട്ടൻ എന്ന് വിളിച്ച ആളുകൾ ഉണ്ടായിരുന്നു, എന്ത് മരപ്പൊട്ടനാണെന്ന് വിളിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ അതൊന്നും ചെവി കേട്ടില്ല, അയാൾ അതൊന്നും ചെവി കൊണ്ടില്ല. പക്ഷെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 24 വർഷം എടുത്തിട്ട് അദ്ദേഹം അങ്ങനെയുള്ള ഒരു റോഡ് ഉണ്ടാക്കി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വലിയ പാറമടയൊന്നും പൊട്ടിക്കാനല്ല, ഈ പ്രോഡക്റ്റ് നിരന്തരമായിട്ട് ആളുകളോട് പറയാന്, ഈ ബിസിനസ് നിരന്തരമായിട്ട് പറയാന്, റെസ്റ്റ് ഇല്ലാതെ എഫേർട്ട് ഇടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെയുള്ള അച്ചീവ്മെന്റുകൾ നിങ്ങൾ ഓരോ ആളുകൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത് ദൈവത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. അത് നിങ്ങൾ ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ്, അവസരങ്ങളായിട്ട് മാത്രമേ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കാറുള്ളത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ആളുകൾക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പാട്ട് ഈ അവസരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ഒരു അവസരം കിട്ടിയ ആളുകളെല്ലാം അതിനനുസരിച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വൻ വിജയങ്ങൾ നമുക്ക് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനിയിൽ കൂടി ഉണ്ടാക്കാൻ പറ്റും. അതിനെല്ലാവർക്കും പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.